Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. വരോഡ് അനങ്ങന്മലയിൽ പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ ജനകീയ സമരം ശക്തമാക്കുന്നു. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച കാലത്ത് 9 മുതൽ ബുധനാഴ്ച കാലത്ത് 10 വരെ രാപ്പകൽ സമരം നടക്കും. ക്വാറിയുടെ പ്രവർത്തനം പ്രദേശത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാപ്പകൽ സമരവുമായി സമരസമിതി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വരോഡ് അനങ്ങമലയിലുള്ള ഡാർക്ക് സ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഒരുപാട് പരാതികളും അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നാട്ടിൽ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സമരം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് CPIMൻ്റെ നേതൃത്വത്തിൽ വരോഡ് അനങ്ങടി ലോക്കൽ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് നാളെ 3-ാം തീയതി രാവിലെ 9 മണി തൊട്ട് 4-ാം തീയതി രാവിലെ 10 മണി വരെ അവിടെ രാപ്പകൽ സത്യാഗ്രഹം നടത്തുകയാണ്. അനങ്ങടി ക്വാറിയുടെ മുമ്പിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുള്ളതാണ് ആവശ്യം. പ്രദേശത്തെ ജനങ്ങളുടെ 100ഓളം കുടുംബങ്ങളിൽ വരുന്ന 600ഓളം ജനങ്ങൾക്ക് വളരെയധികം ദുരിതം വരുത്തിവെക്കുന്നതാണ്. അവരുടെ വീടുകൾക്ക് മുന്നിലെ കുട്ടികൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അതുപോലെ ജലസ്രോതസ്സുകളെ തടസ്സപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഈ ക്വാറിയെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ എതിരായിട്ടുള്ള പരാതികളും പോയിട്ടുണ്ട്. എന്നിട്ട് ക്വാറി ഉടമ ഹൈക്കോടതിയിലും എവിടെയും പോയിട്ട് കാര്യങ്ങൾ നേടി അനധികൃതമായിട്ടാണ് അതിപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കോടതിയിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇതിനെതിരെ ജനകീയ സമരം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. CPIMന്റെ നേതൃത്വത്തിൽ വരോഡ് അനങ്ങനടി ലോക്കൽ കമ്മിറ്റികളുടെ ശ്രമഫലമായാണ് ജനകീയ സമരസമിതി രൂപീകരിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ജനകീയ സമരസമിതി രൂപീകരിച്ചിട്ടുള്ളത്. സമിതിയുടെ നേതൃത്വത്തിൽ പലതവണ അധികൃതരെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും പരാതി നൽകുകയും ചെയ്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. പാർട്ടി ഈ സമരം മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ വന്ന് അത്തരം പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജനങ്ങളവിടെ ആശങ്കാകുലരാണ്. അത് കണ്ടിൽ നടിക്കാൻ പറ്റില്ല. വയനാട് ദുരന്തത്തിന് ശേഷം വളരെയധികം ഇത്തരം കാര്യങ്ങൾ ആശങ്കയോടുകൂടി ജനങ്ങൾ കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ ജനങ്ങളെ എങ്ങനെ പരിധിയിലാക്കാൻ പറ്റും എന്നുള്ള ക്വാറിയുടമ പല പ്രലോഭനങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് ഈ പറഞ്ഞ പോലെ പാവങ്ങളെ മുതലെടുത്തുകൊണ്ട് ക്വാറി മുതലാളി അത്തരത്തിലുള്ള ഒരു അനധികൃതമായിട്ട് പറഞ്ഞതിലും അവർക്ക് അനുകൂലമായിട്ട് ഉത്തരവിൻ്റെ അപ്പുറം തരികയിൽ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ക്വാറി പ്രവർത്തനം മലയെ പിളർക്കുകയാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതി സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്നും സമരസമിതി നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അനങ്ങന്മലയെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവൻ സ്വത്തിനും സംരക്ഷണം നൽകുക, വരോഡ് ഡാർക്ക് സ്റ്റോൺ ക്വാറി അടച്ചുപൂട്ടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് CPIMൻ്റെ വരോഡ് ലോക്കൽ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അനങ്ങനടി ലോക്കൽ കമ്മിറ്റിയുടെയും സംയുക്തമായിട്ട് നടക്കുന്ന ഈ ജനകീയ സമരത്തിന് 1ാം വാർഡ് കൗൺസിലർ എന്ന നിലക്കും സമരസമിതിയുടെ ചെയർമാൻ എന്ന നിലക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും